excited? അപ്പോൾ നമ്മൾ ഇവിടെ വേൾഡ് കപ്പിന്റെ കൗണ്ട് ഡൗൺ ഷോ ആണ് ചെയ്യാൻ പോകുന്നത്. കല്ലറക്കൽ ഫൗണ്ടേഷന്റെ സ്പർശന അവാർഡ്സും സംയുക്തമായി നടത്തി വരുന്ന ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായി നടത്തി വന്ന യാത്രയിൽ എത്തിയിരിക്കുന്നത് അത്താണിയിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അങ്കമാലിക്ക് അടുത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചേർന്ന് കിടക്കുന്ന അത്താണി സ്കൂൾ ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇവിടുത്തെ കുട്ടികൾ വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും എക്സൈറ്റഡ് നമുക്ക് ചെക്ക് ചെയ്യാം. റിയലി എക്സൈറ്റഡ്. അപ്പൊ നമ്മുടെ ഈ അക്കാഡമിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കോച്ചിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. എൻ്റെ പേര് രാജീവ്. ഞാൻ ഡ്രീംസ് FC അങ്കമാലി അത്താണി സെന്ററിൽ ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി 3 മാസമല്ലോ ഡ്രീംസ് FC ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ 10-30 കുട്ടികൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്ന കുട്ടികളിൽ ഒരു 30 കുട്ടികൾ ഗ്രാസ് റൂട്ട് ലെവലിലും സീനിയർ കുട്ടികൾ ഒരു 15 വയസ്സിന് മേപ്പെട്ടുള്ള കുട്ടികളും ആണ് നമ്മുടെ ഗ്രൂപ്പ്. മാഷിന്റെ ഒരു ഫുട്ബോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഏതൊക്കെ ലെവലിൽ കളിച്ചു ഒന്നൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഫുട്ബോൾ ലെവലിൽ ഞാൻ സ്കൂൾ തലത്തിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാഷനായിരുന്നു. ഞാൻ 2017 ഫുട്ബോൾ ലൈസൻസ് എടുത്ത് D ലൈസൻസും ബ്ലാസ്റ്റേഴ്സ് അക്കാഡമിയിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് സ്കോർ ലൈനിൽ ഇപ്പോൾ നമ്മൾ ഡ്രീംസ് FC ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ കുട്ടികൾ വരുന്ന ഇവരുടെ മാതാപിതാക്കളൊക്കെ എത്ര ഇൻട്രസ്റ്റോടെയാണ് വരുന്നത്? എല്ലാ മാതാപിതാക്കളും വളരെ സഹകരിച്ചാണ് പോകുന്നത്. കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും മാതാപിതാക്കൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തുന്നു. ഇവരെ മാച്ച് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനും അവരുടെ സഹകരണം നമുക്ക് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു യാത്ര ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി. കുഞ്ഞുങ്ങളെ കളിക്കളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാമെങ്കിൽ. ഇന്നത്തെ കാലത്ത് കുട്ടികള് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവരുടെ ലഹരി ഇപ്പോൾ മൊബൈലും ഇതുമായിട്ടാണ്. അപ്പോൾ അതിൽ നിന്നിട്ടൊരു മോചനം ഇവർക്ക് ഈ ഫുട്ബോളിൽ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും അവരിൽ നിന്ന് മാറി ഈ ഫുട്ബോള് എന്നുള്ളൊരു ഇതിലേക്ക് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് മുഹമ്മദ് യാസിൻ NS ആണ്. ഞാൻ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഫുട്ബോൾ ഒത്തിരി ഇഷ്ടമാണോ? ഇഷ്ടമാണ്, നന്നായിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാരാ? മെസ്സിയാ? വേറെ കളിക്കാരൊന്നും ഇഷ്ടമല്ല? അങ്ങനെ കുറച്ച് പേര് ഇഷ്ടമാണ് അല്ലേ? വേൾഡ് കപ്പിന്റെ കളിയൊക്കെ കാണുമോ? ഈ വർഷം എവിടെയാണ് വേൾഡ് കപ്പ് നടക്കുന്നതെന്ന് അറിയോ? എവിടെയാ? USA, മെക്സിക്കോ, കാനഡ. എത്ര ടീം കളിക്കുന്നുണ്ടെന്ന് അറിയോ? കഴിഞ്ഞ വർഷം എത്ര കളിച്ചെന്നറിയോ? കഴിഞ്ഞ വർഷം 32 ടീമാണ് കളിച്ചത്. ഈ വർഷം 48 ടീമുണ്ട്. ഓക്കെ, നാളെ നമ്മൾ വേൾഡ് കപ്പ് കളിക്കോ? നമ്മളെ ടീം കളിക്കോ? കളിക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവണേ. കളിക്കുന്നു പറ, അതാണ്. അപ്പോ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു കോച്ചിങ് ക്യാമ്പിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നല്ല ഫണ്ണായിട്ടാണ് സാറ്, നല്ല ഫണ്ണായിട്ടാണ് പഠിപ്പിക്കുക. ചീത്തയൊക്കെ പറയോ? ശരിക്കും ചെയ്തല്ലേ പറയൂ അല്ലേ? ശരിക്കും ചെയ്യണേ കുഴപ്പമില്ല. അതാണ്. അപ്പോ യാസിൻ പറഞ്ഞത് എല്ലാരും എഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ. വേറെ ആരാണ്? പറഞ്ഞു. പേര്? എൻ്റെ പേര് റെൻ മാത്യു. ഞാൻ പഠിക്കുന്ന സ്കൂള് സെന്റ് പാട്രിക്സ് അക്കാഡമി. അതെവിടെയാണ് സെന്റ് പാട്രിക് അക്കാഡമി? മഞ്ഞപ്പുറ. പിന്നെ ഫുട്ബോളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാണ്? റൊണാൾഡോ. ഏതാ ടീം റൊണാൾഡോയുടെ? പോർച്ചുഗൽ. എല്ലാരും പോർച്ചുഗൽ ഫാൻസ് ഉണ്ട് അവിടെ? കുറെ പേര് എല്ലാരും പോർച്ചുഗൽ ഫാൻസ് ആണ് അല്ലേ? ഓക്കെ, ഈ പ്രാവശ്യം പോർച്ചുഗൽ ജയിക്കോ വേൾഡ് കപ്പ്? ഓക്കെ. അപ്പൊ മോൻ വീഡിയോ വരുമ്പോ മോന്റെ സ്കൂളിലെ കുട്ടി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കോ? അയച്ചു കൊടുക്കും അല്ലേ? അതാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഹോട്ട്സൺ. ഞാൻ ഈ ക്ലബിലാണ് ഡ്രീംസ് FC കൊച്ചിയിലാണ് ക്യാമ്പ്. പിന്നെ എനിക്ക് ഇവിടുന്ന്
സെലക്ഷൻ കിട്ടി നാഷണൽ ടീമിലേക്ക് പൂനെ FC അക്കാഡമിയിൽ. ഏത് സ്കൂളിലാണ് മോൻ പഠിക്കണേ? ഞാൻ ഹോളി ഫാമിലി അങ്കമാലി. അങ്കമാലി ഒളി ഫാമിലിയിലാണ്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കളിക്കാരനാരാ? മെസ്സി. മെസ്സി. അർജന്റീന ഇപ്രാവശ്യം കപ്പടിക്കോ? ഉറപ്പാ? ഇവരെല്ലാം പറഞ്ഞ പോർച്ചുഗൽ അടിക്കുന്ന. അർജന്റീന അടിക്കോ? ഉറപ്പാ? ഓക്കെ. എന്റെ പേര് വാമിക. ഞാൻ സരസ്വതി വിദ്യാനികേതനിൽ പഠിക്കുന്നു. എന്റെ ഫേവറേറ്റ് പ്ലെയർ മെസ്സിയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 2ല്. 2ലോ? മോന്റെ സ്കൂൾ എവിടെയാ? സരസ്വതി വിദ്യാനികേതൻ ചെങ്ങമ്മനാട്. ചെങ്ങമ്മനാട്. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഒക്കെ കാണുമോ? കാണൂല്ലേ? ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 2ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? കൊരട്ടി. ഫുട്ബോളൊക്കെ ഇഷ്ടമാണോ? കളിക്കാറുണ്ടോ? ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ പോരുണ്ടോ? ഉണ്ടോ? ഏത് ടൂർണമെന്റാ കളിച്ചേ? കുറെ കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? മെസ്സി. അടിപൊളി. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് സോജൻ മാത്യു. റെൻ മാത്യുവിൻ്റെ ഫാദറാണ്. രാജീവ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഡ്രീംസ് എഫ്സിയിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളായി. ആദ്യം വേറെ പേരിലായിരുന്നു. ഇപ്പോൾ അടുത്താണ് നമ്മൾ ഡ്രീംസ് എഫ്സിയുമായിട്ട് കൊളാബറേറ്റ് ആകുന്നത്. സാറിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ടത് സാറിൻ്റെ ഡെഡിക്കേഷനും ട്രെയിനിങ്ങുമാണ്. നമുക്ക് കുട്ടികളെ ഒരു ഫുട്ബോൾ ട്രെയിനിങ്ങിന് ചേർക്കണമെന്ന് വിചാരിച്ചാൽ ആദ്യം വേണ്ടത് നമ്മുടെ സമീപ പ്രദേശത്ത് അതിനുള്ളൊരു സൗകര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരുക്കി തന്നിരിക്കുന്നത് രാജീവ് സാറാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ഇവിടെ നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അവർ വളരുമ്പോൾ അതിലേക്ക് ഇൻവോൾവ് ആകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് കുട്ടികൾക്ക് അത് നല്ലൊരു മികച്ചൊരു അവസരമാണ്. അപ്പം എല്ലാവർക്കും സാറിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. സാറിന്റെ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേൾഡ് കപ്പ് ടീം ഏതാണ്? രണ്ട് ഇഷ്ടപ്പെട്ട ടീം പോർച്ചുഗലാണ്. പപ്പാടെയോ? നിങ്ങൾ രണ്ടും സെയിം ടീമിനെയാണോ ഫോളോ ചെയ്യുന്നത്? എന്റെയും വൈഫിന്റെ അർജന്റീനയാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ അടിയുണ്ടോ? മാച്ചസും കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യ ഹോങ്കോങ് ടീമിന്റെ കളി നടന്നിരുന്നു കൊച്ചിയിൽ. ഇതിൽ ആരൊക്കെ കാണാൻ പോയി? ആരെങ്കിലും കാണാൻ പോയിരുന്നോ കൊച്ചിയില്? ഇന്ത്യയുടെ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. പപ്പ പറഞ്ഞില്ലല്ലേ? ഓക്കെ. ഇപ്പൊ ഈ പ്രാവശ്യം സാറിന്റെ ടീം ജയിക്കുവോ വേൾഡ് കപ്പ്? അറിയത്തില്ല. നന്നായിട്ട് കളിക്കുന്നവർ നമ്മളെല്ലാ കളിയും കാണും. വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡ്രീംസ് എഫ്സി കൊച്ചിയുടെ കുട്ടികളുമായി നടന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ അക്കാഡമിയിൽ, സ്കൂളിൽ, കോളേജിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോയുമായി എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.